നമസ്കാരം. തിരുവനന്തപുരം നെടുമങ്ങാട് ഒരു 1.5 വയസ്സായൊരു കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വേദന തോന്നിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്നിപ്പോൾ അത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചിരിക്കുന്നത്. അതായത് ആ കുട്ടിയുടെ രണ്ടാനച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാനച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ കുട്ടിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. കാരണം രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ സുഹൃത്ത്. ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടു പോയിരുന്നു. അഖില എന്നാണ് ഈ അമ്മയുടെ പേര്. അമ്മ ഈ കുട്ടിയെ നിരന്തരമായിട്ട് ഈ അമ്മയുടെ സുഹൃത്ത്, ആൺ സുഹൃത്ത്, അല്ലെങ്കിൽ ഈ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിവാഹിതരായിട്ടില്ല, അതല്ലാതെ ഒരു ലിവിങ് ടുഗദർ പോലെ താമസിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവർ ഇങ്ങനെ ഒരു ആൺ സുഹൃത്തുമായിട്ട് കൂടിച്ചേർന്ന് അങ്ങനെ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഈ 1.5 വയസ്സായ കുഞ്ഞിനെ, അതായത് ആദ്യ ഭർത്താവിലുണ്ടായ കുട്ടിയെ, ആ കുട്ടി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം ഈ യുവാവുമായിട്ട് അഷ്കർ എന്നാണ് ഈ രണ്ടാനച്ഛനായിട്ട് ഉള്ള ലേവലിൽ അറിയപ്പെടുന്ന, അതായത് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്തിൻ്റെ പേര് അഷ്കർ. ഇവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ കുട്ടി 1.5 വയസ്സേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, 1.5 വയസ്സായ കുട്ടി. അതിൻ്റെ തൊണ്ടയിൽ ആഹാരം കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും തന്നെ മരണപ്പെട്ടിരുന്നു. ഹോസ്പിറ്റലുകാർക്ക് ഡൗട്ട് തോന്നിയിരുന്നു. അതിനോടൊക്കെ പലരും സംശയം പറഞ്ഞിരുന്നു. എന്താണെങ്കിലും അത് ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധനയ്ക്ക് ശേഷം ആ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നുള്ളത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതും അതിക്രൂരമായിട്ടാണ്. അതായത് ആ കുഞ്ഞിൻ്റെ ഉള്ളംകാലം മുതൽ നെറുകന്തല വരെയും പരിക്കുകളില്ലാത്ത സ്ഥലങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ പരിക്കുകൾ, അതുപോലെ സിഗരറ്റ് കുറ്റി വെച്ചിട്ടുള്ള പൊള്ളിക്കൽ. പിന്നെ ഒരു 1.5-2 മാസം മുമ്പ് ആ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞിരുന്നു. ആ വീണ് കൈ ഒടിഞ്ഞു എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നതെന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ, അതായത് മരണപ്പെട്ടു പോയ അച്ഛൻ്റെ സ്വന്തക്കാർ, അവരുടെ സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ പറയുന്നത് ഈ കുഞ്ഞിനെ ഇവൻ നേരത്തെ മുതൽ തന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ അമ്മയോട് പറഞ്ഞിരുന്ന ആ കുഞ്ഞിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അമ്മ ആ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കുന്നുള്ള മടി കാണിച്ചു. പക്ഷേ ഈ അമ്മയാണെങ്കിൽ അമ്മ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിനകത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ള നിലയിലും കൂടിയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ രണ്ടാനച്ഛനായ ഈ സ്ത്രീയുടെ ആൺസുഹൃത്ത് ഈ അഷ്കർ എന്ന കൊടും ക്രൂരനായിട്ടുള്ള ക്രിമിനൽ, അങ്ങനെ നമുക്കിപ്പോൾ അയാളെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അയാൾ ഈ രീതിയിലുള്ള നികൃഷ്ടമായ പ്രവൃത്തി ആ 1.5 വയസ്സായ കുഞ്ഞിനോട് ചെയ്യുമ്പോൾ പെറ്റ അമ്മയായ ഈ അഖില എന്ന് പറയുന്ന സ്ത്രീ പോലും ഒരു പരിധിവരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കാണിച്ചിരുന്നതെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ എത്രമാത്രം നികൃഷ്ടമായൊരു പ്രവൃത്തിയാണ്. എന്തിനാണ് ഇത്രയും കൊടും ക്രൂരതയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ആദ്യ ഭർത്താവ് മരിച്ചു പോയി, അതിന് ശേഷം അവർക്ക് ആൺതുണ വേണമായിരിക്കാം, അതിനകത്തൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷേ അവർ ആൺതുണ വേണമെങ്കിൽ അവർക്ക് അവരുടേതായ രീതിക്ക് ജീവിക്കാമല്ലോ. ഏതോ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ തമിഴ്നാട്ടിൽ പോയ സന്ദർഭത്തിലാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്, ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതൊക്കെ. പക്ഷേ എങ്കിലും ഈ സ്ത്രീ അറിഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നത് എന്നുള്ളതും പല സന്ദർഭങ്ങളിൽ ഈ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ പോലും ഈ 1.5 വയസ്സായ കുഞ്ഞിനെ ഈ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ആൺസുഹൃത്ത് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഈ സ്ത്രീ അറിഞ്ഞിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ വിവരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരാ കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ കൊടും ക്രൂരത ആ കൊച്ചു കുഞ്ഞിനോട് ചെയ്യാൻ ആ കൊച്ചു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇന്നിവിടെ സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള ഏതെല്ലാം മാർഗങ്ങളുണ്ട്? ഇതുപോലെയൊക്കെ ക്രൂരമായ പ്രവൃത്തി ചെയ്യുന്നതിനകത്ത് സുഖം കണ്ടെത്തുന്ന, അവിടെയാണ് നമ്മളിത് കാണേണ്ടത്. ഇത്തരം ഒരു മെൻറ്റാലിറ്റി ഇപ്പോൾ പൊതുസമൂഹത്തിൽ വളരെയധികം കൂടി വന്നുകൊണ്ടിരിപ്പുണ്ട്. നമുക്കറിയാം, ഈ അവിഹിത ബന്ധങ്ങളിൽ പെടുന്ന ഒട്ടുമിക്ക ആളുകളിലും അധികം നികൃഷ്ടമായ ക്രൂരത, വളരെയധികം ക്രൂരത ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മൃഗീയ ഭാവം അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്.
അതായത് ഒരു തരം കൊടും ക്രൂരമായ ക്രിമിനൽ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം മൃഗീയ ആനന്ദം, അതാണ് ഈ അഷ്കറിനെ ഇത്തരം പ്രവൃത്തികൾക്കൊക്കെ പ്രേരിപ്പിച്ചതെന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് ഇപ്പോൾ ഈ സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചു ഒന്നുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഓർക്കും ഇത് ഈ ആണുങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ സ്ത്രീകളിൽ പോലും ഇത്തരം കൊടും ക്രൂരമായ പ്രവൃത്തികൾ വളരെയധികം കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് പരിരക്ഷ, സ്ത്രീകളെ എല്ലാ രീതിയിലും ബഹുമാനിക്കണം, പരിഗണിക്കണം, അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കണം എന്നുള്ള ഭരണ നിയമ സംവിധാനങ്ങളിലെ ആ ഒരു പരിരക്ഷ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല സ്ത്രീകളും അല്ലെങ്കിൽ പല യുവതികളും വളരെ വൃത്തികെട്ട നികൃഷ്ടമായ ക്രൂര പ്രവൃത്തികൾക്ക് കൂടി ഒത്താശ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരോ ആണ് എന്നുള്ളത് വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഗൗരവമായിട്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾ കാണേണ്ടത് കൂടി ഉണ്ട്. പലപ്പോഴും അത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ മൃദു സമീപനം എടുക്കുന്നത് ഇത്തരക്കാർക്ക് ഒരു പ്രചോദനമായി കൂടി വരുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഈ തിരുവനന്തപുരം നെടുമങ്ങാട് ഇന്ന് ആ 1.5 വയസ്സുള്ള ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഇവർക്കൊക്കെ ഈ ലോകത്ത് നൽകാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റു വേറൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പറയാനില്ലാത്തതുകൊണ്ട് നിർത്തുന്നു.